നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടതാണ് RJ അഞ്ജലി എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ കൂടെയുള്ള വേറെ ഏതൊരു സ്ത്രീയും. അവരെനിക്ക് അറിയില്ല, ഇവരെ RJ അഞ്ജലിയെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അവർ. അവരുടെ പ്രൊഫൈലൊക്കെ അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. പക്ഷെ അവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അവരുടെ പ്രൊഫൈലിലൂടെ പ്രാങ്ക് വീഡിയോ എന്ന പേരിൽ പുറത്തുവിട്ട ഒരു വീഡിയോ, അത് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പാവം പിടിച്ച ഒരു സ്ത്രീയെ വിളിക്കുന്നു. ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വൃത്തികെട്ട രീതിയിൽ അവരോട് സംസാരിക്കുന്നു. അവരുടെ ആ ജോലി എന്താണ്, ഏതൊരു ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട് എന്നിരിക്കാം, അവർ ചെയ്യുന്ന ആ ജോലിയെ പരിഹസിച്ചുകൊണ്ട് അവരുടെ ഈ RJ അഞ്ജലി അവരുടെ സുഹൃത്തിന്റെ ഒക്കെ സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടാനൊക്കെ പറഞ്ഞുകൊണ്ട് പച്ച മോശമായിട്ടുള്ള വൃത്തികെട്ട, കാരണം എത്രയോ കുട്ടികളും അല്ലെങ്കിൽ എത്രയോ ആളുകളുമാണ് ഈ വീഡിയോ ഒക്കെ ഇവരുടേത് കാണുന്നത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയ്ക്ക് ഇവരുടെ സംസ്കാരം എന്തെന്ന് ഇതോടുകൂടി നമ്മളെല്ലാവരും അറിഞ്ഞു എന്നുള്ളതാണ്. അത് നമ്മൾക്കറിയാം. എത്രയൊക്കെ ഉള്ളിൽ നമ്മൾ അമർത്തി വെക്കാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരം അറിയാതെ പുറത്തു ചാടുമെന്നറിയാം. അത് എത്ര പുട്ടിയിട്ട് വെച്ചിട്ടായാലും വേണ്ടില്ല, വലിയ മേക്കപ്പ് ചെയ്തിട്ടായുള്ള മുഖമായാലും വേണ്ടില്ല, അത് അറിയാതെ പുറത്തു ചാടും എന്നുള്ളതാണ് RJ അഞ്ജലിയുടെ ആ വിഷയത്തിൽ അത് പുറത്തു ചാടിയതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ജാമിദ ടീച്ചർ ഇതിനെ നിഷിദ്ധമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. ടീച്ചറുടെ ആ ഒരു വിമർശനം അത് കേൾക്കേണ്ടത് തന്നെയാണ്. അത് നമുക്ക് കേട്ടിട്ട് നമുക്ക് ഓടി വരാം. എന്തൊക്കെയാണ് ടീച്ചർ പറയുന്നത് നോക്കാം നമുക്ക്. നമ്മുടെ ന്യൂജൻ കുട്ടികൾക്ക് എന്ത്, ആരോട്, എപ്പോൾ, എങ്ങനെ പറയണം എന്ന് പോലും അറിയില്ല. പ്രാങ്ക് എന്ന രൂപത്തില് മുമ്പ് ഈ കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് ഒരു വിവാഹം കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ പെണ്ണും ചെക്കനും കൂടി ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോകുവാണ്. അപ്പോ ഈ പയ്യൻ, ഇവരുടെ ആദ്യത്തെ യാത്രയാണ്, ഒരു ടെക്സ്റ്റൈൽസിൽ പോകുന്നു. ഈ പയ്യൻ ഒരു ഷർട്ട് ഈ പെൺകുട്ടി തന്നെ തിരഞ്ഞെടുത്തു. അത് മാറാൻ വേണ്ടിയിട്ട്, ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നതിനിടയിൽ ഇവിടെ നിന്ന് സെയിൽസ് പയ്യൻ ഈ പെൺകുട്ടിയോട് നമ്പർ തരുമോ എന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് ഇരിക്കുന്നതിനിടയിൽ എന്റെ ഫോൺ ഇപ്പം ഇങ്ങനെ കൊടുത്തിരിക്കുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബില്ല് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും വിളിക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ നമ്പർ തരാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രസ്സ് മാറി നോക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിരിക്കുവാണ് ടെക്സ്റ്റൈൽസിനകത്ത്. അപ്പോൾ ഈ പയ്യൻ ഒരു ചെറിയൊരു കഷ്ണം പേപ്പറും ഒരു പേനയും ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ഈ പെൺകുട്ടി ഈ നമ്പർ എഴുതി ഇവന് പാസ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോയ പയ്യൻ, അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് വരുന്നത്. ആ വീഡിയോ ഉണ്ട്, എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്, വൈറലാണ്. അങ്ങനെ തിരിച്ചു വരുന്നു. അപ്പോൾ ഈ പയ്യൻ ചോദിക്കുന്നു, ഞാനില്ലാത്ത സമയത്ത് നീ എന്തിനാണ് അവന് നമ്പർ കൊടുത്തതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ വലിയ രൂപത്തിൽ സംസാരമായി. അപ്പൊ പെൺകുട്ടി പറഞ്ഞു, ഞാൻ കൊടുത്തതല്ല, ഇവിടെ CC ക്യാമറ ഉണ്ടല്ലോ, നോക്കാമല്ലോ. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടില്ല, ഇടയ്ക്ക് വിളിക്കണേന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് നമ്പർ തന്നതാണെന്ന് പറഞ്ഞു. ഉടനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഈ പെൺകുട്ടിയുടെ ജെന്യൂനിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് CC ക്യാമറ നോക്കിയേ പറ്റൂ, ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്, ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. അങ്ങനെ പരസ്പരം സംസാരമായി, തർക്കമായി. അപ്പോൾ ആ ടെക്സ്റ്റൈൽസിനകത്ത് വേറെ ഒരുപാട് ആളുകളുണ്ട്. അവരാരും ഇങ്ങോട്ടേക്ക് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവർ അവരുടേതായിട്ടുള്ള ഒരു മേഖലയിലേക്ക് നോക്കുന്നു. അപ്പൊ എന്താ സംഭവം, വേറെ ആരും ശ്രദ്ധിക്കാതെ ഇവിടെ വേറെ ക്യാമറ ഇരിപ്പുണ്ട്, പെൺകുട്ടി മാത്രം കാണുന്നില്ല. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു, അയ്യോ അത് ഞാൻ പ്രാങ്ക് ചെയ്തതാണ് വീഡിയോ, അല്ലാതെ നീ കൊടുത്തതല്ല നമ്പർ. അവൻ ചോദിച്ചപ്പോഴാണ് നീ എന്റെ നമ്പർ എഴുതി കൊടുത്തതെന്നൊക്കെ എനിക്കറിയാം. ആ പെണ്ണ് അവിടെ നിന്നിട്ട് കൈ വീശി അവരെ ഓരോ അറ്റി കൊടുത്തു മുഖത്ത്. എന്നിട്ട് പറഞ്ഞു, എന്റെ വിശ്വാസത്തെയാണ് നീ ചോദ്യം ചെയ്തത്, എന്റെ സ്വഭാവത്തെയാണ് നീ മോശമാക്കാൻ ശ്രമിച്ചത്, നിന്റെ കൂടെ എങ്ങനെയാണ് ഞാൻ ഒരു ആയുഷ്കാലം ജീവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് വീഡിയോ അവസാനിക്കുന്നത്. ഉടനെ തന്നെ വീട്ടുകാരെല്ലാം ഇടപെടുന്നു. ശരി, എനിക്ക് ഇവരോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രാങ്ക് വീഡിയോകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ അവതാരകയും റേഡിയോ ജോക്കിയുമായിട്ടുള്ള RJ അഞ്ജലി, അവർക്കെതിരെയാണ് സമൂഹ മാധ്യമത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നത്. RJ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത ഒരു പ്രാങ്ക് കോൾ വീഡിയോ ആണ് വലിയ രൂപത്തിൽ വിവാദമായിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആളുകളാണ് അഞ്ജലിയെയും നിരഞ്ജനയെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച് മൈലാഞ്ചി ഇടുന്നതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ രൂപത്തിൽ ഒരു സംസാരം നടത്തുന്ന അഞ്ജലിയുടെ വീഡിയോയാണ് വിമർശനങ്ങൾക്ക് ആധാരം. സ്വകാര്യ ഭാഗത്തും മെഹന്തി ഇടണം, എത്രയാണ് റേറ്റ് എന്നാണ് ചോദിക്കുന്നത്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇവരുടെ നടപടിയെ വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ കുറിപ്പുകളും വീഡിയോകളും നിരന്തരം പ്രത്യക്ഷപ്പെട്ടു. മാന്യമായ ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീയെ വിളിച്ച് വൃത്തികേട് പറഞ്ഞ് വെളുക്ക് ചിരിക്കുക എന്നതിനെ പ്രാങ്ക് എന്ന് പരിഗണിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും തോന്നില്ല, ഒരാൾക്കും പറ്റില്ല. ഇതിന് പറയുക തന്തയില്ലാഴിക എന്നാണ്. ഇതിന് പിന്നാലെ മാപ്പ് പറഞ്ഞുകൊണ്ട് RJ അഞ്ജലിയും രംഗത്ത് വരുന്നു. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെയും, ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്ന്. അധിക്ഷേപമാണത്, അവർക്ക് അധിക്ഷേപമായിട്ട് തോന്നുന്നില്ല. അധിക്ഷേപിക്കപ്പെട്ട വ്യക്തി ബ്യൂട്ടി പാർലറിലെ ആള്. ഇവരുടെ സ്ഥിരം ജോലി പലരെയും ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് പറ്റിക്കുക എന്നതാണ്. അതായത് ഇവരെ പറ്റിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് ഇവര് തന്നെ വെളിപ്പെടുത്തുവാണ്. ഒരു ബ്യൂട്ടീഷ്യനെ ഫോണിൽ വിളിച്ച് പ്രാങ്ക് കോൾ ആണ് എന്ന് ഇവര് പറയുന്നു. പക്ഷേ ആ എതിരാളിക്ക് ഇതൊരു പ്രാങ്ക് കോൾ അല്ല, അവരുടെ ജെന്യൂനിറ്റിയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ്. ഇവരുടെ സ്വകാര്യ ഭാഗത്താണ് ഇവൾക്ക് മെഹന്തി ഇടേണ്ടത്. ഈ സംഭവം വിവാദമായതോടുകൂടി മാപ്പ് ചോദിച്ച അഞ്ജലി രംഗത്ത് വന്നു. കഴുത്തറുത്തിട്ട് പുറത്ത് തടവിയാൽ ശരിയാകുമോ? തന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്നും ഇനി ഇതുപോലെ ഒന്നും ഉണ്ടാകില്ലെന്നും അവർ പറയും. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർ ഖേദപ്രകടനം നടത്തിയത്. പ്രാങ്ക് കോൾ എന്ന പേരിലാണ് ഒരു ബ്യൂട്ടീഷ്യനെ അഞ്ജലി ഫോണിൽ വിളിച്ചത്. തുടർന്ന് മെഹന്തി ഇടുന്നതിനുള്ള റേറ്റിനെ കുറിച്ചിട്ടാണ് അന്വേഷിക്കുന്നത്. കൈകളിൽ മെഹന്തി ഇടുന്നതിനുള്ള റേറ്റും കാലിൽ വർക്ക് ചെയ്യുന്നതിന് എത്രയാണ് എന്നുമായിരുന്നു ആദ്യ ചോദ്യം.
ഇതിന് മറുതലക്കിലുള്ള ബ്യൂട്ടീഷ്യൻ കൃത്യമായി മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ചോദിച്ച ചോദ്യമാണ് വിവാദമായത്. സ്വകാര്യ ഭാഗത്ത് മെഹന്തി ചെയ്യുന്നതിന് എത്രയാണ് നിരക്ക് എന്നതായിരുന്നു ചോദ്യം. സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ബ്യൂട്ടീഷ്യൻ ഒന്ന് ഞെട്ടുകയായിരുന്നു. എന്നാൽ തന്റെ വിവാഹമാണെന്നും പ്രതിശ്രുത വരന് ഒരു സസ്പെൻസ് നൽകുന്നതിന് വേണ്ടിയാണ് സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടണം എന്ന് പറയുന്നതെന്നും RJ അഞ്ജലി പറയുന്നുണ്ട്. ഒരു സുഹൃത്തിനൊപ്പം ഇരുന്ന് നടത്തിയ ഫോൺ കോളിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു. അശ്ലീലം നിറഞ്ഞ ഈ പരാമർശം കേട്ടതിന് പിന്നാലെ ബ്യൂട്ടീഷ്യൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. കോൾ കട്ടായതിന് പിന്നാലെ RJയും സുഹൃത്തും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു. ഒന്നുകൂടി വിളിച്ചു നോക്കാം, കോൾ എടുക്കുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അഞ്ജലിയും സുഹൃത്തും വീണ്ടും ഫോണിൽ വിളിച്ചെങ്കിലും ബ്യൂട്ടീഷ്യൻ കോൾ റിജക്ട് ചെയ്യുകയായിരുന്നു. മാന്യമായി ജോലി ചെയ്യുന്ന ഒരാളെ വിളിച്ച് ഇത്തരം പരാമർശം നടത്തുന്നത് പ്രാങ്ക് കോൾ എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കാൻ കഴിയില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് സോന മിഷി എന്ന യുവതി പങ്കിട്ട ഒരു കുറിപ്പും വൈറലാകുകയാണ്. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്ന് അറിഞ്ഞാൽ നല്ലതായിരുന്നു. പ്രാങ്ക് കോൾ എന്നൊക്കെ പറഞ്ഞ് ഇമാതിരി ടോർച്ചറൊക്കെ ഭയങ്കര ഓവറാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്തോരം ഭയാനകമാകും എന്നറിയണമെങ്കിൽ അത് അനുഭവിക്കണം. ഡ്രസ്സിന്റെ റേറ്റ് ചോദിക്കാൻ വിളിച്ചിട്ട് അക്കൗണ്ടിൽ എത്രയാ ഇടേണ്ടത്, നിന്റെ റേറ്റ് ആണ് എന്ന് പറയുന്ന സമൂഹത്തിൽ അതിനെതിരെ 1000 വട്ടം വിളിച്ചു പറയുമ്പോൾ അനുഭവിക്കുന്ന വിഷമം എത്രയാണെന്ന് അറിഞ്ഞാൽ പറയണേ. ഒരു സ്ത്രീയായ നിങ്ങൾ തന്നെ അവരെ വിളിച്ച് ഇമാതിരി വർത്താനം പറഞ്ഞത് മോശമായി പോയി. കുറെ നാളുകളായി കാണുന്ന വീഡിയോസ് മൊത്തം ഇതുപോലെ എന്തെങ്കിലും ഉടായിപ്പുണ്ടാകും. ശരിക്കും നിങ്ങളുടെ ചില വീഡിയോസ് നല്ലതായിരുന്നു. മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന വിധത്തിൽ ഇത് വേണ്ടിയിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലുള്ള ഫോളോവേഴ്സിനെ കാണുമ്പോൾ, വ്യൂവേഴ്സിനെ കാണുമ്പോൾ ചില ആളുകൾക്ക് ഇത്തരത്തിൽ ഒരു ഇളക്കം അല്ലെങ്കിലും ഉള്ളത് തന്നെയാണ്. കൊച്ചുകുട്ടികളടക്കം നിരവധി ആളുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തെ അപമാനിച്ചുകൊണ്ടുള്ള ഈ വീഡിയോയിൽ പോക്സോ കേസ് വരെ എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ ഫോണിൽ വിളിച്ച് പറ്റിക്കുന്നതാണോ ഇവരുടെ പ്രാങ്ക് വീഡിയോ? അപ്പോ കല്യാണത്തിന് മെഹന്തി ഇടാനെന്ന പേരിലാണല്ലോ അവരെ വിളിക്കുന്നത്. എന്നാ പിന്നെ തന്തയും തള്ളയും ആങ്ങളെയും കൂടി ഒക്കെ വിളിച്ചോ, ഒരു സർപ്രൈസ് എല്ലാവർക്കും ആകട്ടെ എന്ന് തന്നെയല്ലേ നമുക്ക് തലച്ചോറുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം അതൊരു സ്ത്രീയാണ്. ഈ വീഡിയോയ്ക്ക് ഈ ലേഡി മാപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാലും ഇവരെല്ലാം ഏതാണ്ട് എല്ലാ വിഷയങ്ങളിലും ഈ രൂപത്തിലാണ് ഇവര് സംസാരിക്കുക. ഒരു ഹോട്ടൽ ഉടമയെ വിളിച്ചിട്ട് അച്ഛനും അമ്മയും ഞങ്ങളെല്ലാം കൂടി ഞങ്ങൾക്ക് ഒരു റൂം വേണം, എത്രയാണെന്ന് ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു രാത്രി നല്ല ബഹളവും വഴക്കും ഒക്കെ കാണും, നിങ്ങൾ ആരും മൈൻഡ് ചെയ്യരുത്. ഹോട്ടൽ ഉടമയോട് പറയാണ്. ശരി. ആ ലോഡ്ജ് ഉടമ പറയുന്നു ശരിയൊന്നുമില്ല, ഈ വഴക്കിനൊടുവിൽ എനിക്കൊരു കുഞ്ഞനിയനെയോ അനിയത്തിയെയോ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇവരൊരു മുസ്ലിം സ്ത്രീ ആയിട്ടാണ് അയാളോട് സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് താത്തമാരുണ്ട്. അതായത് എന്താണ് ഇവർ നൽകുന്ന സന്ദേശം എന്ന് വ്യക്തമാണ്. മുസ്ലിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുമെങ്കിൽ പോലും പെറ്റുപെരുക്കുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള ആശയമാണ് ഈ പെൺകുട്ടി നൽകുന്നത്. അങ്ങനെ ഹോട്ടൽ ഉടമ പറയുന്നു ശരി, എന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വന്നോ, പ്രശ്നമില്ല, വഴക്കുണ്ടാക്കിക്കോട്ടെ, എന്നാലും നിങ്ങൾക്ക് ഒരു അനിയനെയോ അനിയത്തിയോ വഴക്കിനുള്ളിൽ കിട്ടുമല്ലോ, ഒരു വർഷം, ഒരു 10 മാസം കഴിയുമ്പോൾ, ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെ ഇപ്പൊ താണ്ട് ഇവര് കുണ്ടി ഫ്രൈയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കേട്ടോ. ഹലോ ഹലോ, വിഷയല്ലേ? ബൈക്കൊക്കെ ഉണ്ടോ? ഓടിക്കാറുണ്ടോ? അതോ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത്? വകുപ്പിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, വിഷയല്ലേ? ബൈക്കൊക്കെ ഉണ്ടോ? ഓടിക്കാറുണ്ടോ? അതോ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ. പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത്? അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം, കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോൾ ഫ്രൈ ആയി പോകും. ആവശ്യം. ഇതാണ് ഇവരുടെ പ്രാങ്ക് വീഡിയോയുടെ ഒരു രീതി. ഇതിന് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ നിരവധി ആളുകൾ അണ്ണാക്കിൽ പിരിവെട്ടുന്ന രൂപത്തിൽ ഈ പെണ്ണുങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. അതില് നമ്മുടെ ശീതളിന്റെ ഒരു മറുപടി ഒന്ന് കേട്ടോളൂ. കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിട്ടോ? ഇത് പുതിയ നോവാണല്ല, ഇത് എന്തിനാ മക്കളെ പ്രാങ്ക് കോളാ? അപ്പൊ ആ രണ്ടും ഒന്ന് തന്നെ. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എനിക്ക് കുണ്ടിൽ വന്നിട്ട് അപ്പൊ എന്നിട്ട് നീ ചിരിക്കണം, മൂല കയറിയിരുന്ന് ഞാൻ രസമായി പോയി. എന്തായാലും നീ അത് സ്കൂളിൽ പോയി പഠിച്ചിരിക്കണം. മൂല കയറി ഇരുന്ന് കൊണ്ട് ഒരാൾ ദൈവത്തെ പോലെയാണ് കാണുന്നത്, ഒരാൾ തൊഴിലിന് അവിടെ അന്നമാണ്, അവിടെ അരിയാണ്. ദൈവത്തെ പോലെ കണ്ട് ബഹുമാനിക്കുന്ന ഒരു തൊഴിലിനെ വിളിച്ച് അപമാനിച്ചിട്ട് മൂല കയറി ആ ബ്യൂട്ടീഷ്യൻ മാന്യമായിട്ട് സംസാരിച്ച് ഒഴിവാക്കി. ആരായിരുന്നാലും ചോദിച്ചേനെ, കുണ്ടിയിലാക്കി മാത്രം ഒഴിവാക്കണ്ട, അവനെ വിളിച്ച് വണ്ടിയിലും ഇടാമെന്ന് പറയുമായിരുന്നു. അതല്ലെങ്കിൽ ലേശം ഉമ്മറത്തിട്ടാ കുഴപ്പമുണ്ടോ എന്ന് കൂടി ചോദിക്കുമായിരുന്നു. എന്നിട്ടും ആ സ്ത്രീ ഈ അലവലാദികളോട് വളരെ മാന്യമായി റെസ്പോണ്ട് ചെയ്ത് രണ്ടാമത് വിളിച്ചിട്ട് എടുക്കാതെ ഇങ്ങനെ വരുന്നു. നിന്റെ മൂലം മാത്രം ചോദിക്കായിരുന്നു ആ സ്ത്രീയുടെ സംസ്കാരം. ഇതൊക്കെ പുതിയ തൊഴിലുകളാണ്. ഇതൊക്കെയാണ് സ്കൂളിൽ പഠിച്ചാൽ കോളേജ് പഠിച്ചാൽ പിള്ളേർ ഈ തൊഴിലൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. സ്മൃതി കാണുന്നത് അതൊക്കെ ചോദിക്കാൻ. അല്ല, ഇതെല്ലാം കാണാനും കേൾക്കാനും ആളുണ്ട്. ഇതിന് അപ്പൊ അതൊക്കെ പഠിച്ച് തീർന്നു, സമൂഹം തീർന്നു. അതാണ് ഇതിന്റെ അർത്ഥം. പച്ച മലയാളത്തിലല്ലേ വിളിച്ചിട്ട് കുണ്ടിയിലും മഹന്തിയിട്ട് തരുന്നത്. എന്നാ പിയാച്ചിക്കോ അരി കെട്ടാൻ പോണ ചെറുക്കൻ. ഓ, എന്തൊരു സംസ്കാരം! പഠിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല എന്റെ കുഞ്ഞാരെ മക്കളെ. കെട്ടാൻ പോണ ചെറുക്കന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മറ്റടുത്ത് മൈലാഞ്ചിട്ട് കൊടുക്കുമെന്ന് ജോലി ചെയ്യണവര് പെണ്ണിനെ വിളിച്ച് ചോദിക്കും. എന്നിട്ട് ആ തുല്ലസിച്ച് നാട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി സംസ്കാരമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട്, മര്യാദയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവര് ഫോൺ കട്ട് ചെയ്തിട്ട് പോകും. വേറെ സാമർഥ്യമുള്ള പെണ്ണുങ്ങളടുത്ത് വല്ലതും ആയിരുന്നു സംസാരിക്കാൻ അറിയാവുന്ന പെണ്ണുങ്ങളടുത്ത് വല്ലതും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടെ പച്ച മലയാളത്തിൽ ഒന്ന് ചോദിച്ചേനെ, എവിടെ ചോദിച്ചു തരാമെന്ന്. ഇവർക്ക് നിൽക്കുന്നിടത്ത് വന്ന് ആട്ടി കൊടുക്കുമായിരുന്നു സാമർഥ്യമുള്ള സ്ത്രീകളായിരുന്നെങ്കിൽ. ആ സ്ത്രീ മാന്യമായി മാത്രം സംസാരിച്ചിട്ട് ഫോൺ വെച്ചു. ഇവളുമാർക്കൊക്കെ എന്തിന്റെ കഴപ്പാണ്?